ഫ്രണ്ട്സ്, അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് നെയിം സ്ലിപ്പിൻ്റെ വീഡിയോവും അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. ഞങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതേപോലെ ഒരുപാട് നല്ല നല്ല നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഒരുപാട് നല്ല നല്ല വീഡിയോസ്, അങ്ങനെ ഇന്നതെന്നൊന്നുമില്ല. എനിക്ക് ചെയ്യാൻ അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരുപാട് ഐറ്റംസാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഹെയർ ആക്സസറീസ് ആണെങ്കിലും ഗ്രാഫ്റ്റ്, സ്ലീപ്പ്, അങ്ങനെ ഫ്രെയിംസ് അങ്ങനെ കാണുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ കുറേ ഗ്രാഫ്റ്റ് വർക്കൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു അടിപൊളി, നമുക്ക് ഒരേ സമയം ഹെയർ ബ്രൂച്ചായും പിന്നെ മാലയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കിഡിലൻ ഹെയർ ബ്രൂച്ചിൻ്റെ സംഭവമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, മാല പോലെ തന്നെ ഉണ്ടല്ലേ കാണുമ്പോൾ. നല്ല ഭംഗിയുണ്ട്, നല്ല ഫിനിഷിങ്ങും ഉണ്ട്. ഇതെല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിങ്ങനെ ഒരു ലൂസായിട്ടൊന്നുമല്ല ഉണ്ടാവുക, ടൈറ്റായിട്ട് ഇതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. നമുക്കേത് ഫ്ലെക്സിബിളാണ്, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഇത് തിരിച്ചൊടിച്ച് വളച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാവുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് ബാക്കിൽ ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. കാരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ബ്രൂച്ച് ആണെന്നുണ്ടെങ്കിൽ അതിൽ റിബൺ ഇട്ട് വെച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിലും ഈ മാലാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ റിബണാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ബാക്കിൽ കെട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇതിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ബീഡ്സ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. സ്റ്റോൺസ്, ബീഡ്സ് അല്ല സ്റ്റോൺസ്. അപ്പോൾ ഇതേപോലത്തെ സ്റ്റോൺസ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഇത് മീഷോയിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതിന് കുന്തൻ സ്റ്റോൺസ്, ഡ്രോപ്പ് സ്റ്റോൺസ് എന്നൊക്കെ ഇതിനെ പറയാം. അപ്പോൾ ഞാൻ മീഷോന്നാണ് മേടിച്ചത്. ഇതേപോലെ 9 കളർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ഗ്ലാസ് ഷീറ്റാണ്, ഒരു OHP ഷീറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ഗ്ലാസ് ഷീറ്റ് പോലത്തെ ഒരു ചെറിയൊരു കഷ്ണം മതി കേട്ടോ. അപ്പോൾ അതും പിന്നെ നമുക്ക് വേണ്ടത് സ്റ്റോൺ ചെയിനാണ് കേട്ടോ. സ്റ്റോൺ ചെയിൻ ഇപ്പോൾ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ 8000ൻ്റെ ഒരു ഗ്ലൂ. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ആ ഒരു ചെറിയൊരു ചതുരത്തിലുള്ളൊരു പീസ് മതി. നിങ്ങൾക്ക് ഏതൊരു മോഡലിൽ നിങ്ങൾക്ക് ഇത് വെക്കാവുന്നതാണ് കേട്ടോ. അതായത് ഏതൊരു ഷേപ്പിലാക്കാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഷേപ്പിലേക്ക് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ 3 സ്റ്റോൺസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയിട്ട് ഒരു ലോക്കറ്റ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ മറ്റേ സൈഡിലേക്കായിട്ട് അങ്ങനെ 3 സ്റ്റോണാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ഷേപ്പാണോ നിങ്ങൾക്ക് പറ്റിയത്, ഒരു റൗണ്ടാണോ, ഒരു ഫ്ലവർ പോലെ ഫ്ലവർ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിൻ്റെ ചുറ്റിലും ഈ സ്റ്റോൺ ചെയിൻ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചുറ്റിലൊന്നാക്കിയിട്ടൊന്ന് നല്ല ലെവലാക്കിയിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആ എൻഡിലും എഡ്ജിലൊക്കെ ഒന്ന് ക്ലിയർ ആക്കി നല്ല റെഡി ആക്കി എടുക്കുക കേട്ടോ. അങ്ങനെ ചുറ്റിലൊന്ന് ഗ്ലൂ ഒക്കെ ആക്കി കൊടുത്തിട്ടൊന്ന് സെറ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഒരു ലോക്കറ്റ് പോലെ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി വരുന്ന ആ സ്റ്റോൺ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ. സംഭവം നല്ല കിഡായിട്ടില്ലേ. ആ ഒരു ഗോൾഡൻ ആ ഒരു റെഡ് വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ, ആ ഒരു ഗ്ലാസ് പീസ്. പിന്നെ വേണ്ടത് ഇതേപോലത്തെ ഒരു ഗിയർ വയറാണ്. ഗിയർ വയർ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു നമുക്ക് മാലയുടെ അളവിനുള്ള ഒരു ഏകദേശം ഒരു അളവ് എടുക്കുക. ആ അളവ് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു നടു പോർഷൻ ഉണ്ട്. ആ നടു പോർഷന് ഇതേപോലെ ഒന്ന് റൗണ്ട് ആക്കിയിട്ട് നമ്മൾ ആ ലോക്കറ്റ് വെക്കാൻ പാകത്തിന് ഒരു റൗണ്ട്, കുറച്ചൊരു വലുപ്പത്തിലായിക്കോട്ടെ റൗണ്ട് കേട്ടോ. ആ റൗണ്ട് ഒന്ന് ആക്കി കൊടുക്കുക, അത് സെറ്റാക്കി എടുക്കുക. ഞാൻ 2 പീസ് ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ചത്, അവിടെ വെച്ചത്. പിന്നെ അതിൻ്റെ മറ്റൊരു പീസാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഒന്ന് ഗോൾഡിൽ ഒന്ന് സിൽവറിൽ ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ടും കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു നീല റെഡ് കോമ്പിനേഷനിൽ എടുത്തിട്ടുള്ളത് കേട്ടോ രണ്ടും. അപ്പോൾ ആ സ്റ്റോൺ ചെയിൻ നമുക്കൊരു അളവ്, ജസ്റ്റ് ഒരു അളവ് മാത്രം ഒന്ന് എടുക്കുക. നമ്മുടെ ഒരു കഴുത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബ്രൂച്ചിൻ്റെ ഒരു അളവിന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് 2 ആയാലും നമുക്ക് ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ നടു പോർഷൻ എടുക്കുക. അതിൻ്റെ നടുഭാഗം എടുത്തിട്ട് നമ്മുടെ ഈ ഒരു കമ്പിയുടെ ആ ഒരു സൈഡിലേക്ക് അതൊന്ന് സെറ്റാക്കിയിട്ട് അതിൻ്റെ നടു ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ നടു പോർഷന് ഇതുപോലെ നമുക്ക് വേണ്ടത് ആ നടു ഒന്ന് വെച്ച് നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക. നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്കാക്കി നല്ല ലോക്ക് പോലെ ഒന്ന് ടൈറ്റാക്കിയിട്ട് ഒരു 2 പിരി പിരിച്ചാൽ മതി. അതേപോലെ 2 പിരി പിരിക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു ഓരോ സ്റ്റോണിൻ്റെ ഇടയിലൂടെയുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തൂടെ ഈ കമ്പി ഇങ്ങനെ താഴത്തെയും മുകളിലേക്കായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ വരിക കേട്ടോ. ഇങ്ങനെ 2 സ്റ്റോൺ ചെയിനിൻ്റെ 2 സ്റ്റോണിൻ്റെ ഇടയിലൂടെ 2 പ്രാവശ്യം ഒന്ന് ചുറ്റിയെടുക്കുക. ഓരോ സ്റ്റോണിൻ്റെയും 2
സ്റ്റോൺ ചെയിനിൻ്റെ ഇടയിലൂടെ സ്റ്റിച്ച് എടുത്തിട്ട് പിന്നെ ചെയ്യേണ്ടത് കുഞ്ഞ് ഇതേപോലത്തെ ആ കമ്പി ഒരു ഹോള് പോലെ ചെയ്ത് വെക്കുക കേട്ടോ. ഒരു സൈഡിലേക്ക് ഒരു ഹോള് ചെയ്ത് വെക്കുക. വീണ്ടും അതേപോലെ രണ്ട് സ്റ്റോണ് ഗിയർ വയർ ഒന്ന് ടൈറ്റായി കൊടുക്കുക. പിന്നെ ഈ സൈഡിലേക്ക് ഒരു ഹോൾ ഇട്ടിട്ട് ഒന്ന് റൗണ്ട് പോലെ ഹോളാക്കിയിട്ട് പിന്നെ വീണ്ടും അതേപോലെ 2 സ്റ്റോൺ അപ്പുറത്തോട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക കേട്ടോ. മനസ്സിലാവുന്നില്ലേ? ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. അതേപോലെ 2 സ്റ്റോൺ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇങ്ങനെ ഇട്ട് ഗിയർ വയർ ഇട്ട് ടൈറ്റായി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സൈഡിലേക്കാണ് നമ്മൾ ഒരു ഹോൾ ഉണ്ടാക്കിയിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തത് ചെയ്യേണ്ടത് മറ്റേ സൈഡിലേക്ക്. അങ്ങനെ ഒരു കുഞ്ഞ് ഹോളാക്കിയിട്ട് ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. 2 സൈഡിലേക്ക് ആക്കിയിട്ട് അങ്ങനെ 2 സൈഡും ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. മനസ്സിലാവുന്നില്ല ഞങ്ങൾ പറയുന്നത്? ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ 2 സൈഡിലേക്ക് ഒന്ന് ആക്കി കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. 2 സൈഡും അതേപോലെ തന്നെ ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ ഈ ഒരു സൈഡിലേക്ക് ഈ ഒരു കമ്പിയും ഈ ഒരു സ്റ്റോൺ ചെയിനും കൂടെയാണ് ചെയ്തെടുക്കുന്നത്. അതേപോലെ മറ്റേ സൈഡിലും അതേപോലെ ഒരു കമ്പിയും ഉണ്ടാവും, ഒരു സ്റ്റോണും ഉണ്ടാവും, ആ സ്റ്റോൺ ചെയിനും ഉണ്ടാവും. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. നമ്മൾ ചെയ്തിട്ടുള്ള ലാസ്റ്റ് എൻഡ് പോർഷൻ ഉണ്ടല്ലോ, ആ എൻഡ് പോർഷൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതേപോലെ നമ്മൾ ഹെയർ ബ്രൂച്ചിൻ്റെയൊക്കെ വെക്കുന്ന പോലെ ഇതേപോലത്തെ കുറച്ച് വലിയൊരു റൗണ്ട് ആക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. ആ വലിയ റൗണ്ട് ആക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിലൂടെ ചെയിന് സാധാ നമ്മളെ കുളത്തുള്ള ചെയിന് മാലേൻ്റെയൊക്കെ ബാക്കിലുണ്ടാവണം ആ ചെയിന് വേണമെന്നുണ്ടെങ്കിൽ അത് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ റിബൺ വെക്കുക. നിങ്ങൾക്ക് എന്താണോ സ്യൂട്ടാവുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ബാക്കി ബാലൻസ് വരുന്ന പീസ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ. പിന്നെ നേരെ നമ്മൾ മറ്റേ സൈഡിലോട്ടൊന്ന് ഇതേപോലെ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്ത് വെച്ച ആ ഒരു ഗ്ലാസ് ഷീറ്റിൽ ചെയ്ത് വെച്ച ഒരു ലോക്കേജ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഭാഗത്തായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ തിരിക്കാം മറിക്കാം എല്ലാം ചെയ്യാം. കാരണം ഇത് നമ്മൾ കമ്പിയിൽ ഇങ്ങനെ ടൈറ്റാക്കി എടുത്തതാണല്ലോ. അപ്പോൾ കുറച്ചൊരു ബലമുള്ള കമ്പി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ബലമുള്ള കമ്പി ആകുമ്പോഴേ നമുക്കൊന്ന് ഫ്ലെക്സിബിൾ ആക്കിയിട്ട് ഒന്ന് ടൈറ്റായി നിൽക്കുകയും ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള പീസ് നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെയാണ്. നമ്മുടെ ആ ഒരു സ്റ്റോൺ ചെയിനിൽ ഇതേപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ ഒരു ഭാഗത്തോട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാ പോർഷനിലും അങ്ങനെ സ്റ്റോണൊന്നും ആക്കി കൊടുത്ത് എല്ലായിടത്തും ഒട്ടിച്ച് കൊടുക്കുക. ലാസ്റ്റ് എൻഡ് കാണാൻ നല്ല രസമാണ്, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് മുഴുവനായിട്ടും ചെയ്തെടുക്കുക കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതാ ഈ ഒരു ഗോൾഡനിൽ ഈ ഒരു റെഡ് തീം വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ടല്ലേ. നല്ല ഭംഗിയാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നമുക്കിത് ഒരുപാട് ബിസിനസ്സൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണിത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ ഈ ഷോപ്പിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുക. അതേപോലെ സ്റ്റാറ്റസൊക്കെ വെക്കുക, ഇൻസ്റ്റയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ റീലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല ഓർഡർ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾക്ക് ഞാൻ കാത്തിരിക്കും. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ നല്ല നല്ല വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്